ടി ജി മുനമ്പം സമരം 52 ദിവസം കഴിഞ്ഞു. ഈ 51-ാം ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ എറണാകുളത്തിൻ്റെ MP ഹൈബി ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്നു. അതിനു മുമ്പ് സതീശൻ ഒന്ന് മുനമ്പത്ത് പോയി, സമരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയില്ലായിരുന്നു. 1 കിലോമീറ്റർ അപ്പുറത്തൊരു പന്തലിട്ട് ഒരു യോഗമൊക്കെ നടത്തിയിട്ട് പോയി. അവിടെ ചെന്ന് പറഞ്ഞത് മുനമ്പത്തൊന്നും ആരെയും ഒഴിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആളുകൾക്കും തൃപ്തിയായി. അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടണം. വഖഫ് എന്നുള്ള 3 അക്ഷരങ്ങൾ ഉള്ള ആ വാക്കുണ്ടല്ലോ, അതവിടെ ആരും പറഞ്ഞില്ല. സമരക്കാരും പറഞ്ഞില്ല, ചെന്ന നേതാക്കന്മാരും പറഞ്ഞില്ല. ഇല്ല, സമരക്കാരത് പറയുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്നാണ് ഈ ചോദ്യം ഉണ്ടായത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുമോ? അതിന് ഹൈബി ഈഡൻ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ആളെ എനിക്ക് മനസ്സിലായി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതാണ് മറുപടി പറഞ്ഞത്. സമരക്കാരൻ കൊടുത്ത മറുപടി വെച്ചാൽ ഹൈബിക്ക് അതിന് മറുപടി ഇല്ല. അതുകൊണ്ട് നിങ്ങൾ BJP-കാരനാണ് എന്ന് ധ്വനിപ്പിക്കുക, പിന്നെ മറുപടി കൊടുക്കേണ്ട ബാധ്യതയില്ല. BJP-കാർക്ക് മറുപടി വേണ്ട. അവർ വർഗീയവാദികളല്ലേ, അവർക്ക് മറുപടി കൊടുക്കണ്ട. ഇത് ഈ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് LDF-ഉം UDF-ഉം ഒരുപക്ഷെ BJP നടത്തുന്നത്. ഇപ്പം ഈ പൊതുവെ ഒരു ധാരണയുണ്ട്, വഖഫ് ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സായി കഴിഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നം തീരില്ല. ഈ ഭേദഗതി ആ ഡേറ്റ് മുതലല്ലേ വരുന്നത്? അല്ല, മുൻകാല പ്രാബല്യം കൊടുത്താൽ തീരില്ലേ? മുൻകാല പ്രാബല്യം കൊടുത്തൊരു നിയമം പാസ്സാക്കാൻ പറ്റില്ല. അത് അപ്പം തന്നെ സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യും, സുപ്രീം കോടതി സ്റ്റേ ചെയ്യും. പ്രത്യേകിച്ചൊരു സിവിൽ നിയമം മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ എത്ര കേസുകളെ അഫക്റ്റ് ചെയ്യുമെന്നറിയാമോ? അപ്പോൾ മുൻകാല പ്രാബല്യം നിയമമൊക്കെ അങ്ങനെയല്ലേ പാസ്സാക്കിയത്? അല്ല, ചില നിയമങ്ങൾ അങ്ങനെ പാസ്സാക്കിയിട്ടുണ്ട്. അത് ഈ ദീർഘകാല കോൺസിക്വൻസ് ഇല്ലാത്തതാണ്. ഈ സിവിൽ ഡിസ്പ്യൂട്ടിൽ മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ബേനാമിയിൽ ഈ സാധനം ഓൾറെഡി ബേനാമിയാണ്. അത് നേരത്തെ വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് അവൻ രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അതിന് മുൻകാല പ്രാബല്യം കൊടുത്തു. അത് അവർക്ക് ചലഞ്ച് ചെയ്യാനും പറ്റില്ല. കോടതിയാണെങ്കിലും പറയും, നിങ്ങൾ ഇല്ലീഗലായിട്ട് ബേനാമിയായിട്ട് വെച്ചുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ അതൊരു സ്പെഷ്യൽ ആക്ട് വെച്ചിട്ട് ആ നിയമത്തെ ശക്തിപ്പെടുത്തുന്നു. ബേനാമി എന്ന് പറയുന്നത് തന്നെ ഒരു ചെയ്തുകൂടാത്തൊരു ഏർപ്പാടാണ് ബേനാമി. അതിന് സ്പെസിഫിക് ആയിട്ടൊരു ആക്ട് ഉണ്ടാക്കുന്നു, അതിന് മുൻകാല പ്രാബല്യം കൊടുക്കുന്നു. ടാക്സ് കേസിലൊക്കെ അത്യപൂർവം സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇയാൾ ടാക്സിൻ്റെ ഒരു പഴുത് വഴി ഇയാൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ആ പഴുത് അടയ്ക്കുന്നു. പക്ഷേ ഇയാൾ കോടിക്കണക്കിന് രൂപ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് ആ പഴുതിലൂടെ. അപ്പോൾ അതിന് ബാക്ക് ഡേറ്റ് ഇട്ട് അയാൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞു അത് ബാക്ക് ഡേറ്റ് ഇട്ട് പിടിക്കും. കാരണം ഒരു പഴുതുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മുതലാക്കിയത് ശരിയായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപൂർവം കേസുകളിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. വഖഫിന് മുൻകാല പ്രാബല്യം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭേദഗതിക്ക് കൊടുത്താൽ, ഇനി കൊടുത്തില്ലെങ്കിൽ പോലും വഖഫ് ഭേദഗതി പാസ്സായി ആക്ട് ആകുന്ന ദിവസം തന്നെ സുപ്രീം കോടതിയിൽ അത് ചലഞ്ച് ചെയ്യും, സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യും. ആദ്യം സ്റ്റേ കൊടുക്കും, ഉറപ്പാണ്. ഏത് സുപ്രീം കോടതിയാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയാണോ? എന്നിട്ട് നമ്മുടെ CAA സ്റ്റേ ചെയ്തില്ലല്ലോ. CAA എത്ര കാലം കിടന്നിട്ടാണ് ആ കേസ് സുപ്രീം കോടതി എടുത്തത് തന്നെ. ആ ലക്ഷണം നോക്കിയാൽ മതി. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം ആക്റ്റായി കഴിയുമ്പോൾ സുപ്രീം കോടതി അത് 4 ആഴ്ച കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്യും, 2 ആഴ്ച വീണ്ടും ലിസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതിനർത്ഥം കോടതി അതിൽ തൊടാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ ഈ കാര്യത്തിൽ മിക്കവാറും ഇമ്മീഡിയറ്റ് ഒരു സ്റ്റേ കൊടുക്കും. കാരണം 95-ലെ ആക്റ്റല്ലേ, അതിൻ്റെ ഭേദഗതിക്ക് ഇത്ര വലിയ എമർജൻസി എന്താ? നിങ്ങൾ JPC-ക്കൊക്കെ വിട്ട് പാസ്സാക്കി അങ്ങനെ ആലോചിച്ചപ്പോൾ അതൊക്കെ വന്നതല്ലേ. നിൽക്കി ഒരു 15 ദിവസം കൂടെ ഞങ്ങൾ നോക്കട്ടെ. ഇത് ഇങ്ങനെ സുപ്രീം കോടതി ചെയ്യുന്നതാണ്. ഇപ്പോൾ സംഭൽ പ്രശ്നമുണ്ടല്ലോ, അതിൽ സുപ്രീം കോടതി ഇടപെടേണ്ട ഒരു കാര്യമില്ല. സുപ്രീം കോടതിയിലേക്ക് നേരെ ജമായത്തെ ഇസ്ലാമി കേസുമായിട്ട് പോകുന്നു. സംഭൽ മസ്ജിദ് കമ്മിറ്റിയല്ല, ജമായത്തെ ഇസ്ലാമിയാണ് പോകുന്നത്. അതിൽ സുപ്രീം കോടതി കയറിയ അഭിപ്രായം പറയുന്നു. ലോക്കൽ സ്റ്റാൻഡ് ചോദിച്ചാൽ മതി. ലോക്കൽ സ്റ്റാൻഡ് മാത്രമല്ല, സുപ്രീം കോടതി പറയേണ്ടത്, നിങ്ങൾക്ക് കീഴ്ക്കോടതിയുടെ വിധിയിലോ സംഗതിയിലോ അസംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് ജില്ലാ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി. നിങ്ങൾ ഇവിടെ വരരുത്, പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇതാണ് സുപ്രീം കോടതി പറയേണ്ടത്. അതിന് പകരം സുപ്രീം കോടതി പറഞ്ഞു, സമാധാനം പാലിക്കണം, ലോക സമാധാനം തകരാറിലാണ്, മഹാത്മാഗാന്ധി, ബുദ്ധൻ, ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? എന്നിട്ട് ഫൈനലി പറഞ്ഞു, യു ഗോ ടു അലഹാബാദ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കീഴ്ക്കോടതിയോട് പറഞ്ഞു,
8-ാം തീയതി വരെ ഇതിൽ ഒരു നടപടിയും ഉണ്ടാവരുതെന്ന്. കീഴ്ക്കോടതി ഞെട്ടിപ്പോയി. കാരണം കീഴ്ക്കോടതി അടുത്ത ഡേറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന 8-ാം തീയതിക്കാണ്. അപ്പോൾ 8-ാം തീയതി വരെ ഒരു നടപടിയും ഉണ്ടാവില്ല. സുപ്രീം കോടതി പറയുന്നു 8-ാം തീയതി വരെ നടപടി ഒന്നും എടുക്കരുത് കേട്ടോ. എടുക്കാൻ ഇങ്ങനെ ഉദ്ദേശമില്ല, കാരണം ഇങ്ങനെ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന 8-ാം തീയതിയാണ്. പിന്നെ സർവേ ചെയ്യുന്നത് സീൽഡ് കവറിൽ കൊടുക്കണം. എല്ലാ സർവേയും സീൽഡ് കവറിലാണ് കൊടുക്കുന്നത്. സീൽ ചെയ്യാതെ തുറന്ന കവറിൽ കൊണ്ടുപോയി കൊടുക്കുക. അല്ല, ഇതേ കോടതി സീൽഡ് കവർ പാടില്ലെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി, മീഡിയ വണ്ട കേസ്. അല്ല, അത് വേറൊരു ഒരു തരം വൈരുദ്ധ്യം. ഇത് സുനിലിനറിയാമല്ലോ, സാധാരണഗതിയിൽ നമ്മൾ കോടതിയിൽ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ അത് സീൽ ചെയ്താണ് കൊടുക്കുന്നത്. തുറന്ന് നിവർത്തിയല്ലേ കൊടുക്കുന്നത്? തുറന്ന് കവറിൽ കോടതിയിൽ അവിടെ ഓഫീസിലാണല്ലോ കൊടുക്കുന്നത്. ബെഞ്ച് ക്ലാർക്കും ആപ്പീസ്, കോടതിയുടെ ആപ്പീസിൽ ഈ തുറന്ന കവർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഈ സാധനം എടുത്ത് കളഞ്ഞിട്ട് വേറൊരു സാധനം വെച്ച് അങ്ങനെ കൊടുക്കില്ല എന്നെങ്ങനെ അറിയാം? അതെ. അതുകൊണ്ട് എല്ലാ സാധനവും സീൽഡ് കവറിലാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ സീൽഡ് കവറിൽ കൊടുക്കണം, ശരി, സീൽഡ് കവറിൽ കൊടുക്കാം. ഇതുപോലെയൊക്കെ ചെയ്യുന്ന സുപ്രീം കോടതിയാണ് നമ്മളുടെ. സഞ്ജീവ് ഖന്നയ്ക്ക് പിന്നെ 6 മാസം മറ്റോ സമയമുള്ളൂ. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിസ്സാര വിഷയങ്ങളാണ്. സമ്പലൊക്കെ അതിലും വലിയ ലാൻഡ്മാർക്ക് ഒരു 4-5 ജഡ്ജ്മെൻ്റ് എഴുതിയിട്ട് വേണം ആ മനുഷ്യന് വിരമിക്കാൻ. അതിന് മാത്രം കേസുകളുണ്ട് താൻ. അപ്പോൾ അതുകൊണ്ട് അതിരിക്കട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് വിട്ടുപോയി. ഇപ്പം ഈ വഖഫിൻ്റെ ക്ലെയിം മുനമ്പത്ത് നിന്ന് വിഡ്രോ ചെയ്യാതെ ഈ പ്രശ്നം തീരുകയില്ല. അതിനിപ്പോൾ ഉദ്ദേശം ആർക്കും ഇല്ല താരം. വഖഫ് ഇത് ക്ലെയിം ചെയ്തിരുന്നതുമല്ല, വഖഫിനെ കൊണ്ട് ക്ലെയിം ചെയ്യിച്ചത് കമ്മീഷൻ, നിസാർ കമ്മീഷൻ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അല്ലെങ്കിൽ നടപടി എടുക്കുന്ന തെമ്മാടികൾ നിങ്ങളെല്ലാം കൂടെ ഭൂസ്വത്തൊക്കെ കണ്ടവാനും നിങ്ങൾ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ വീണ്ടും കേസുണ്ട്. ഇവരുടെ ഫറൂഖ് കോളേജ് പരാതി കൊടുത്തിട്ടുണ്ട്, ഈ ഭൂമി വഖഫിൻ്റെ അല്ല, ഞങ്ങളുടെയാണ്. വഖഫ് പറഞ്ഞു അല്ല, ഞങ്ങളുടെയാണ്. അത് ട്രിബ്യൂണൽ ഇപ്പോൾ ഇനി പരിശോധിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ സർക്കാരിന് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇപ്പോൾ വഖഫ് ബോർഡിനെ നിയമിക്കുന്നത് സർക്കാരാണ്. സർക്കാർ പറഞ്ഞാൽ വഖഫ് ബോർഡ് കേൾക്കണം. വഖഫ് ബോർഡിനോട് പറയുക, നിങ്ങളുടെ ക്ലെയിം വിഡ്രോ ചെയ്യുക. അവിടെ നിന്ന് ക്ലെയിം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ആകെ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇത് വഖഫ് ഭൂമി തന്നെയാണെന്ന് പറഞ്ഞിട്ട് വഖഫ് സംരക്ഷണ സമിതി അവർ കേസിന് പോകും. ആ കേസ് നടക്കട്ടെ. വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയും തമ്മിൽ ഇപ്പം തന്നെ പല കേസുകളുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു കേസ്. അല്പം സതീശൻ പറയുന്ന 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതല്ലേ സൊല്യൂഷൻ? വഖഫ് ബോർഡിനോട് പറയുക, ക്ലെയിം വിഡ്രോ ചെയ്യുക, അവകാശവാദം പിൻവലിക്കുക. അത് പക്ഷേ സതീശൻ പറയുന്നില്ല. അത് സതീശനോട് ആരും ചോദിക്കുന്നുമില്ല. 10 മിനിറ്റ് സുനിൽ നോക്ക്, ആരെങ്കിലും സതീശനോട് ചോദിച്ചിട്ടുണ്ടോ? 10 മിനിറ്റ് കൊണ്ട് നിങ്ങളാണ് മുഖ്യമന്ത്രി, 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എങ്ങനെ തീർക്കും? പറ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, 10 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇത് പറ സതീശാന്ന് സതീശനോട് ആരും ചോദിച്ചില്ല, ആരും ചോദിക്കുന്നില്ല. മുനമ്പക്കാർക്ക് ചോദിക്കാൻ പലപ്പോഴും സമയം ഉണ്ടാവില്ല. കാരണം ഈ സമരപ്പന്തലിൽ വന്നിട്ട് ഇവർ ഏകപക്ഷീയമായ പ്രസംഗം നടത്തും. അല്ലാതെ സമരക്കാരുമായിട്ട് സംവാദത്തിനൊന്നും ആയിരുന്നു. അത് കഴിയുമ്പോൾ തോളത്തൊക്കെ തട്ടിയിട്ട് ചോദിക്കുമ്പോൾ അല്ല അത് ഞാൻ പറയാം, പിന്നെ പറയാം കേട്ടോ, ഞാനിപ്പോൾ ഇറങ്ങട്ടെ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇതാണ് അവിടുത്തെ നാടകം. ബട്ട് പത്രക്കാർക്ക്, കേരളത്തിലെ ചാനലുകൾക്ക് ഇങ്ങനോട് ചോദിക്കാം, സതീശനോട് എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് തീരുന്നത്? അത് പറ. പക്ഷെ സതീശനെ നമ്മൾ ഒരു കാര്യത്തിലൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം തോന്നുന്നു. സതീശൻ ആവർത്തിച്ച് തുടക്കം മുതലേ പറയുന്നുണ്ട് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന്. മന്ത്രി രാജീവാണെങ്കിൽ വഖഫ് ആണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് സതീശൻ പറയുകയാണെങ്കിൽ ഈ സൊല്യൂഷനും സതീശൻ പറയണം. വഖഫ് ഭൂമിയല്ല, വഖഫിൻ്റെ ക്ലെയിം പിൻവലിക്കുക എന്ന് പറയണം. ഇത് സതീശൻ പറയുന്നില്ല. ഒരു കാപ്പട്ടി ഉണ്ടോ? ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വന്നിട്ട് ഇവർ അച്ഛന്മാരെ കണ്ടിട്ട് പോയി, ആർച്ച് ബിഷപ്പിനെ ഇവരെ മുസ്ലിം ലീഗ് നേതാക്കൾ മുനമ്പത്ത് പോകാൻ എന്താ? അവർക്ക് മുനമ്പത്ത് പോകാമല്ലോ, അവർ പോയില്ല. കാരണം അവർക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. മുനമ്പത്തുകാർക്ക് ഇപ്പോഴും അറിയാം അവരെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അതവർക്കറിയാം. റവന്യൂ അവകാശം വേണ്ടേ ഭൂമിയിൽ? അല്ലെങ്കിൽ വെറുതെ കയ്യേറ്റമോ പുറമ്പോക്കൊക്കെ കയറി നമ്മൾ താമസം. അല്ല, അതും വേണമെങ്കിൽ സർക്കാരിനൊരു ഗവൺമെൻറ് ഉത്തരവ് വഴി റവന്യൂ വകുപ്പ് നിർദ്ദേശം കൊടുത്ത് കരം സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ പറ്റില്ലേ?
ഇപ്പോൾ പറ്റില്ല. ദാറ്റ് വിൽ ക്ലാഷ് വിത്ത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ആ വഖഫ് ബോർഡുമായിട്ട് ക്ലാഷ് ആകും. വഖഫ് ബോർഡ് ഒരു പാരലൽ ഗവൺമെൻറ് അല്ലേ, അപ്പോൾ അതുമായിട്ട് ക്ലാഷ് ആകും. വഖഫ് ബോർഡിനോട് നല്ല വാക്ക് പറഞ്ഞിട്ട് എൻ്റെ പൊന്നു ചേട്ടാ ഈ ക്ലെയിം വിഡ്രോ ചെയ്യും എന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിന് പരിഹാരമാകുള്ളൂ. ഏതായാലും 51 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും സതീശനും ഹൈബിയൊക്കെ അവിടെ ചെന്നു. നല്ല മൈലെണ്ണ പുരട്ടിയാണ് ചെന്നത്. വഖഫ് എന്ന് പറയാതിരിക്കാനും ശ്രദ്ധിച്ചു. അതാണ് അഭിനന്ദിക്കേണ്ടത്. അവരത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം. മുനമ്പത്തെ ആളുകൾ വഴിയാധാരമാകും. വഴിയാധാരം ഇൻ ദ സെൻസ് അവരെ ഇറക്കി വിടില്ല, ബട്ട് അവർക്ക് റവന്യൂ അവകാശവും കിട്ടില്ല. ആരെ ഇറക്കി വിടില്ല എന്ന് നല്ല ഉറപ്പുള്ള ഹൈബി പറഞ്ഞു, ഒരാളെയെങ്കിലും ഇറക്കി വിട്ടാൽ ഞാൻ രാജിവെക്കുന്നു. ആ ഇറക്കി വിടാനൊന്നും പോണില്ല എന്ന്. പിന്നെ ഇറക്കി വിടണം അവർ സർക്കാർ തീരുമാനിച്ച് ഇറക്കി വിടുകയും ചെയ്യും. മൂലമ്പള്ളിയിൽ ഇറക്കി വിട്ടില്ലേ, അതെ, ബുൾഡോസർ ഇടിച്ചു വെച്ച് പാട്ടാപ്പകലല്ലേ ഇറക്കി വിട്ടത്. എന്ത് ചെയ്തു? അഗതി വൈപ്പിങ്കാർക്കൊന്നും വരില്ല. അതെന്താ വരാത്തത്? വരുമോ? അത് ചെയ്യാവുന്നേ ഉള്ളൂ. വഖഫ് സംരക്ഷണ സമിതി ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ഇറക്കി വിടണം. ഇത്രയും പേര്, എത്ര 600 കുടുംബം, 600 കുടുംബത്തെ പുനരധിവസിപ്പിക്കാൻ ഇത്ര വലിയ കാര്യമാണ്. അതൊക്കെ സർക്കാർ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് സാധിക്കാവുന്നേ ഉള്ളൂ എന്നാണ് അവരുടെ ആർഗ്യുമെൻറ്റ്. പക്ഷേ അത് സർക്കാർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചെയ്താൽ എന്ത് സംഭവിക്കും പറഞ്ഞു, അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു. ചെയ്താൽ ഇപ്പോൾ അവർ വഴിയാധാരമാവും. അല്ല, അത്രേ ഉള്ളൂ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കുറേ ബഹളവും സംഗതിയും ടി വിക്കാർക്ക് ഒരു വാർത്തയൊക്കെ ആകും 2-3 ദിവസത്തേക്ക്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇറക്കി വിട്ടവരെ ഞങ്ങൾ പുതിയ കേരള കോൺഗ്രസ് പിണറായിക്കുള്ള പിന്തുണ പോലും പിൻവലിക്കത്തില്ല. ഈ കേരള കോൺഗ്രസിന് എന്ത് കാര്യം? കേരള കോൺഗ്രസ് മുനമ്പത്ത് വന്നിട്ടുണ്ടോ എപ്പോഴും? ഇല്ല. മുനമ്പം വിഷയത്തിൽ സംസാരിച്ചിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല. അതൊക്കെ നമ്മുടെ വെറുതെ തോന്നലാണ്. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, അങ്ങനെയൊന്നും ആരും ചെയ്യും. അപ്പോൾ ഈ മുനമ്പംകാരെ ഇനി കർത്താവ് രക്ഷിക്കണം. കർത്താവിന് ഇപ്പോൾ ഈ വക ജോലികളില്ല. അത് ഞാൻ എല്ലാ ഭക്തന്മാരെയും ചേർത്ത് പറയാം. അയ്യപ്പനൊന്നും വരില്ല. ഇല്ല, എന്ന് നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യുക. പിന്നെ അങ്ങേർക്ക് വേറെ കുടിയൊഴിപ്പിക്കൽ തടയലല്ലേ പുള്ളിയുടെ പണി. അത് ഈ ദൈവം ഇങ്ങനെ വന്നിട്ട് ദിവ്യശക്തി കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ സർക്കാരും കോടതിയും ഒക്കെ എന്തിനാണ്? പിന്നെ എല്ലാം കൂടെ പുള്ളി അങ്ങോട്ട് നടത്തിയാൽ മതിയില്ല. അത് നടക്കുന്ന കേസില്ല. കർത്താവ് രക്ഷിക്കും എന്നൊക്കെ പറയാൻ ഞാൻ തയ്യാറല്ല. മുനമ്പങ്കാർ അവരെ തന്നെ രക്ഷിക്കട്ടെ. അവരെ തന്നെ രക്ഷിക്കണം, അതേ പറ്റുള്ളൂ. അവർ ഇപ്പോഴും ഒരു റിക്വയർഡ് പ്രഷർ എക്സർട്ട് ചെയ്തിട്ടില്ല. അവരോ അവരുടെ സഭകളോ ഒന്നും സർക്കാരിൻ്റെ പുറത്ത് വേണ്ട സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അതവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. അതെ, നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.